സായിച്ച് മാത്രമേ ഉള്ളൂല്ലോ ക്ലാസ്സില്. ക്ലാസ് എടുക്കട്ടെ എന്നാ? ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. സായിച്ചുണ്ടല്ലോ ക്ലാസ്സിൽ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്ത് വെച്ച് ബാക്കിയുള്ളവരൊന്നും കണ്ടില്ലല്ലോ? കുഴപ്പമില്ല, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മള് എംപ്ലോയി ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എംപ്ലോയി ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കൺസെപ്റ്റ് അല്ല, ആസ്പെക്ട്സ് കേട്ടോ. ഓക്കെ, ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് കേട്ടോ. അതായത് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ചില വശങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. വാരിയസ് ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് വിച്ച് ആർ ആസ് ഫോളോസ്. പ്രധാനമായിട്ടും എംപ്ലോയി ഹെൽത്ത് 3 ആസ്പെക്ടുകളിലൂടെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 ആസ്പെക്ടുകൾ? ഫസ്റ്റ് വൺ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യമാണ്. രണ്ടാമത്തത് ഫിസിക്കൽ ഹെൽത്ത് ആണ്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ആണ്, സാമൂഹികമായിട്ടുള്ള ആരോഗ്യം. അങ്ങനെ 3 ആസ്പെക്ടുകളാണ് നമ്മൾ എംപ്ലോയി ഹെൽത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികാരോഗ്യമാണ് അല്ലെ? നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം അല്ലെ? എങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാവുള്ളൂ? ഹെൽത്ത് ഉണ്ടായിരിക്കും. ശരിയല്ലേ? ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. മെന്റൽ ഹെൽത്ത്. A significant element of organizational health is protection of employees' mental health. അല്ലെ? അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എംപ്ലോയിയുടെ മാനസികാരോഗ്യമാണ് അല്ലെ? എംപ്ലോയീസ് മെന്റൽ ഹെൽത്ത് ആണ്. അതായത് ജീവനക്കാരന്റെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അതൊരു ഓർഗനൈസേഷണൽ ഹെൽത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കുക. ഇത് ഈസ് ആൾസോ ടേക്കൺ ആസ് ഇമോഷണൽ ഹെൽത്ത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. മെന്റൽ ഹെൽത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇമോഷണൽ ഹെൽത്ത് എന്നും അതിനെ പറയുന്നു. അപ്പൊ ചിലർ ചോദിക്കാം, മെന്റൽ ഹെൽത്ത് ഈസ് ആൾസോ നോൺ ആസ് മറ്റൊരു പേര് കൂടെ അറിയപ്പെടുന്നു. എന്താണ്? ഇമോഷണൽ ഹെൽത്ത്. ഓക്കെ, ഇറ്റ് റിവീൽസ് the extent to which the people feel good about others, about themselves, and the ability to handle life challenges. അതെ, ഒരു മെന്റൽ ഹെൽത്ത്, ഒരു മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോടൊപ്പം മറ്റുള്ളവരെ കുറിച്ചും അതുപോലെ തങ്ങളെ കുറിച്ചും അതുപോലെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അല്ലെ, അതിനെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റി അല്ലെ, അതാണ് എന്ത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. ഒരു മാനസികാരോഗ്യമുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? മറ്റുള്ളവരുമായിട്ട് അവർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ സ്വന്തം കാര്യത്തെ പറ്റിയും അവർക്ക് നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ലൈഫിൽ വരുന്ന ചാലഞ്ചസുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും അവർക്ക് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രം അതൊരു നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്ക് മാത്രമാണത് സാധിക്കുള്ളൂ. ശരിയല്ലേ? ഇവിടെ പറയുന്നത് മെന്റൽ ഹെൽത്ത് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്, perceived self-efficacy, independence, competitiveness, proficiency, and identification of the capacity to understand intellectual and emotional capability of an individual. Just ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഒരു മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഒന്ന് ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് ആണ് അല്ലെ, അവരുടെ വ്യക്തി സന്തോഷങ്ങള്. അതുപോലെ തന്നെ പെർസീവ്ഡ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എഫിഷ്യൻസി ആണ്, അവരുടെ കാര്യക്ഷമത. പിന്നെന്താണ്? ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം അല്ലെ. പിന്നെന്താണ്? കോമ്പറ്റേറ്റീവ്നെസ് അല്ലെ, ഒരു വ്യക്തിക്കുള്ളൊരു മത്സരശേഷി, ഒരു കോമ്പറ്റേറ്റീവ്നെസ് അല്ലെ. പിന്നെന്താണ്?
പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിവാണ് അല്ലെ. പിന്നെന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ കേപ്പബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിക്ക് ഭൗതികവും വൈകാരികവുമായിട്ട് അവരുടെ കാര്യങ്ങൾ നേരിടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അല്ലെ. ഭൗതികമായിട്ടും വൈകാരികമായിട്ടും കാര്യങ്ങളെ നേരിടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്, മെന്റൽ ഹെൽത്തിനകത്ത് ഉൾപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കാം, മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം adversely affect employees and organization in the form of high levels of absenteeism, less production and increase in the associated cost. അല്ലെ, അതായത് ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും എന്താണ്, നല്ല രീതിയിൽ അവർക്ക് ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? There should be high levels of absenteeism അല്ലെ. അവര് ജോലിയിൽ ഒരു പക്ഷെ കൂടുതൽ എന്തായിരിക്കും, അവര് വരാതിരിക്കാം അല്ലെ. ജോലിയിൽ ചിലപ്പോൾ അവര് ഹാജരാകാതിരിക്കും. അത് മാത്രമല്ല ലെസ് പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും അല്ലെ. അവരുടെ ഒരു ഉത്പാദനക്ഷമത, അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കുറയും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ അസോസിയേറ്റഡ് കോസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന ചെലവുകൾ വർദ്ധിക്കും. കാര്യം എന്താണ്? ആ ഒരു ജീവനക്കാരൻ വരാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് എന്താണ്, മറ്റുള്ള പ്രവർത്തന ചെലവുകളും അവിടെ വർദ്ധിക്കും അല്ലെ. അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കുറയും. പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ ഇത് സംഭവിക്കും, ഒരു ഓർഗനൈസേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഓർഗനൈസേഷന് മാത്രമല്ല എംപ്ലോയീസിനെയും, എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ, തൊഴിലുടമകൾ അല്ലെ. ഓക്കെ, തൊഴിലുടമകൾ മാത്രമല്ല ആ ഒരു ഓർഗനൈസേഷനെയും അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും, പ്രതികൂലമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ അതിന് പുറമെ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? മെന്റൽ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് ഈസ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ജോബ് പെർഫോംഡ് ബൈ ദ. അതുപോലെ ഒരു ജീവനക്കാരന്റെ ജോലി എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ ഒരു എംപ്ലോയിയുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ജോലി എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ജോലിയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഒരു എംപ്ലോയിക്ക് ഉള്ളതെങ്കിൽ അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഇറ്റ് ലീഡ്സ് ടു സ്ട്രെസ് അല്ലെ. അവരെ ഒരു സമ്മർദ്ദത്തിലോട്ട്, വലിയൊരു സ്ട്രെസ്സിലോട്ട് അവരെ നയിക്കുകയും which is considered as a major problem suffered by employees at the workplace. അത് വർക്ക് പ്ലേസിൽ ഒരു എംപ്ലോയീസ് നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറും അല്ലെ. എന്നുവെച്ചാൽ ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും അല്ലെ. അതവര് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും അല്ലെ. ഓക്കെ, പിന്നെന്താണ്? various job related factors which affect the psychological well-being of employees ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് എംപ്ലോയീസിന്റെ മാനസിക ക്ഷേമത്തിനെ സ്വാധീനിക്കുന്ന വർക്ക് പ്ലേസിൽ ജോലി സ്ഥലത്തെ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന്റെ മാനസിക ക്ഷേമത്തിനെ അഫക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന്, ടൈം കൺസ്ട്രെയിൻഡ് അല്ലെ. അതായത് സമയപരിമിതി, ജോലി സ്ഥലത്ത് അവർക്ക് അനുഭവപ്പെടുന്ന സമയപരിമിതി. അതുപോലെ തന്നെ ചാവോട്ടിക് വർക്ക്. ചാവോട്ടിക് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയില്ലേ, കുഴപ്പം പിടിച്ച ജോലികൾ അല്ലെ. അതായത് വളരെ എന്താണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ചില വർക്കുകള്, ജോലികള്. അതുപോലെ തന്നെ എക്സസ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അധികമായിട്ട് വരുന്ന ചുമതലകള്, റെസ്പോൺസിബിലിറ്റീസ്. ബോറിംഗ് വർക്ക് അല്ലെ, വളരെ വിരസമായിട്ടുള്ള ഒരു ജോലി. അതുപോലെ ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ്, വർക്കിംഗ് അണ്ടർ പ്രഷർ ആൻഡ് വർക്ക് ലോഡ് അല്ലെ. വളരെ വർക്ക് പ്രഷർ അനുഭവപ്പെടുക, വർക്ക് ലോഡ് വരാം. ഇതൊക്കെ എന്താണ്? ജോലി സംബന്ധമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചില ഈ പറയുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് കേട്ടോ. All these factors may result in burnout, hopelessness, sleeplessness, exertion and boredom. ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും ഇതിന് കാരണമാകും, മെന്റൽ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും അല്ലെ. അത് ബേൺഔട്ട് കാരണമാവും അല്ലെ. എന്നുവെച്ചാൽ അവർക്ക് ആ സ്ട്രെസ് കൂടുമ്പോ, പ്രഷർ ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ. അവർ പൊട്ടിത്തെറിക്കും, അവർക്ക് ഭയങ്കര നിരാശ അനുഭവപ്പെടും, ഉറക്കമില്ലായ്മ അനുഭവപ്പെടും. അതുപോലെ ഓവർലോഡ് ആയതിന്റെ പേരിൽ വല്ലാത്തൊരു അധ്വാനം കൊണ്ട് അവർ വളരെയധികം ക്ഷീണിക്കും
അല്ലെ, അവർക്കൊരു നിരാശ അനുഭവപ്പെടും, പ്രത്യേകിച്ച് അവരുടെ അവസ്ഥ നഷ്ടപ്പെടും. എന്താണ്, അവരുടെ മാനസികാരോഗ്യം വളരെ എന്താണ് താഴ്ന്നു പോകും അല്ലെ, മാനസികാരോഗ്യം ഇവിടെ നഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ഹെൽത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് അവിടുത്തെ എംപ്ലോയീസിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ, മാനസിക ആരോഗ്യം. മെന്റൽ ഹെൽത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്, ഇമോഷണൽ ഹെൽത്ത് എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. ഇനി ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഒരു ഇൻഡിവിജ്വലിന്റെ സന്തോഷം, അവരുടെ ഹാപ്പിനെസ്, അവരുടെ എഫിഷ്യൻസി, സ്വാതന്ത്ര്യം, അവരുടെ മത്സരശേഷി, അതുപോലെ അവരുടെ കഴിവ്, പിന്നെ ഭൗതികവും വൈകാരികവുമായിട്ട് കാര്യങ്ങളെ നേരിടാനുള്ള അവരുടെ കപ്പാസിറ്റി, ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, മെന്റൽ ഹെൽത്തിനകത്ത് വരുന്നതാണ്. അപ്പൊ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് അത് ഓർഗനൈസേഷനെ, എംപ്ലോയേഴ്സിനെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഒരു വർക്ക് പ്ലേസില് എംപ്ലോയിനെ മാനസിക ക്ഷേമത്തിന് സ്വാധീനിക്കുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. ടൈം കൺസ്ട്രെയിന്റ്, ചാവോട്ടിക് വർക്ക്, എക്സസ് റെസ്പോൺസിബിലിറ്റി, ബോറിംഗ് വർക്ക്, ഷിഫ്റ്റ് ബേസ്ഡ് ജോബ്, വർക്കിംഗ് അണ്ടർ പ്രഷർ ആൻഡ് വർക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ മെന്റൽ ഹെൽത്ത്? നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ഹെൽത്ത് കേട്ടോ. ശാരീരികമായിട്ടുള്ള ആരോഗ്യം, അതും ഒരു പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഇറ്റ് മീൻസ് ഫിസിക്കൽ വെൽബീയിങ് ഓഫ് എംപ്ലോയി. ഇഫ് എ പേഴ്സൺ ഈസ് സഫറിംഗ് ഫ്രം ബാഡ് ഹെൽത്ത്, he becomes frustrated and quarrels on tiny matters, and his physical energy decreases, which has a negative effect on his ability. അറിയാലോ, അതായത് ശാരീരികമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോ എന്താവും, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ബാഡ് ഹെൽത്ത് ആണെങ്കിൽ, അവർക്ക് ശരിയായ ആരോഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ, നിരാശപ്പെടുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താണ് ഒരു വഴക്കിടാൻ തുടങ്ങും അല്ലെ. അത് മാത്രമല്ല അവരുടെ എനർജി ചെയ്യപ്പെടും, കുറയും അല്ലെ. ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇല്ലാതെ വരുമ്പോൾ തന്നെ അവരുടെ ഫിസിക്കൽ എനർജി അവിടെ നഷ്ടപ്പെടുകയും അത് അവരുടെ കഴിവിനെ, എബിലിറ്റിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ദിസ് അൾട്ടിമേറ്റ്ലി എഫക്ട്സ് ഹിസ് കോൺഫിഡൻസ് ആണ് അല്ലെ. അത് അവരുടെ ആത്മവിശ്വാസത്തിനെ ഇല്ലാതാക്കുകയും all this results in emotional disturbance. അതുമൂലം അവർക്ക് മാനസികമായിട്ടും അസ്വസ്ഥതകൾ അനുഭവപ്പെടും അല്ലെ. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് എന്തിനെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും. അത് മാനസിക അസ്വസ്ഥതകളിലേക്കും നയിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ ഹെൽത്ത് കേട്ടോ, സാമൂഹിക ആരോഗ്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ് സോഷ്യൽ ഹെൽത്ത്, സാമൂഹിക ആരോഗ്യം. സാമൂഹിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ബീങ് ആണ് അല്ലെ. അറിയാം, അതായത് ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹവുമായിട്ട് ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഇടപഴകാനുള്ള കഴിവ് അല്ലെ, അതാണ് അവരുടെ സോഷ്യൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു ഇൻഡിവിജ്വലിന് അവരുടെ സൊസൈറ്റിയുമായിട്ട് ഇടപഴകാൻ, വളരെ ഹെൽത്തി ആയിട്ട് ഇടപഴകാനുള്ള ആ ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Concept of social health was originated in 1947 by the World Health Organization. Underline ചെയ്യാം. World Health Organization ആണ് 1947 ഈ ഒരു സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് introduce ചെയ്യുന്നത് കേട്ടോ. Okay, they explained the concept of health and added social health and its significant determinant. അത് ഹെൽത്തിനെ പറ്റി നമ്മൾ വിശദമാക്കി അതിന് പുറമെ എന്താണ് സോഷ്യൽ ഹെൽത്ത് എന്നതിനൊരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നിർണായക ഘടകമായിട്ട് അതിനെ അംഗീകരിച്ചു. ഇന്ന് 1947 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഫുൾ ഫോം അറിയാലോ എല്ലാവർക്കും, അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. According to WHO, if an individual social health is good, that his overall health will also be good. അല്ലെ, ഒരു വ്യക്തിയുടെ സോഷ്യൽ ഹെൽത്ത് നല്ലതാണെങ്കിൽ അവരുടെ ഓവറോൾ ഹെൽത്തും നല്ലതായിരിക്കണം. ഓക്കെ, അതുപോലെ while physical and mental health is concerned with an individual and how properly his body and mind work.
Social health demonstrates how a person communicates with others and outcomes of the welfare communication. അല്ലെ, അതായത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ ബോഡി, അവരുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അല്ലെ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അല്ലെ, അത് ആ ഒരു ഇൻഡിവിജ്വലിനെയും അതുപോലെ അവരുടെ ബോഡി, അവരുടെ മൈൻഡ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് എന്തിരിക്കുന്നത്, അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ഹൗ എ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഒരു വ്യക്തി മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റി ഇതിനകത്ത് വിശദമാക്കുന്നത്. അല്ലെ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി വിശദമാക്കുന്നതാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഒരു സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ ഹെൽത്ത്, സാമൂഹിക ആരോഗ്യം. ക്ലിയർ? ഓക്കെ ആണോ? സാമൂഹിക ഹെൽത്ത് ഒന്ന് ജസ്റ്റ് കാണിച്ചു നോക്കൂ. മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത്. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ ദ എംപ്ലോയി ഹെൽത്ത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ എംപ്ലോയി ഹെൽത്ത്, അതായത് ജീവനക്കാരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ ദ എംപ്ലോയി ഹെൽത്ത്. അപ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലോയാണ്, ഒരു ആക്ട് ആണ്. ആ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ആക്ടിനെ പറ്റിയിട്ടാണ്, ആ ആക്ടും അതിന്റെ സെക്ഷൻസും ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആ ആക്ട് ഏതാണെന്ന് നോക്കൂ. ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഏത് ആക്ട് ആണ്? ഫാക്ടറീസ് ആക്ട്. ദ ഫാക്ടറീസ് ആക്ട് 1948 under its chapter 3 contains various provisions regarding measures to be adopted by the occupier of the factory to maintain proper environment of work in the factory, and the measures with regard to health are as follows. Okay, ഏത് ആക്ട് ആണ് പറയുന്നത്? എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകള് ഡിസ്കസ് ചെയ്യുന്ന ആക്ട് ഏതാണ്? ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഇതാണ് വർഷം 1948. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മളോട് ചോദിക്കാം. Which act is related to the statutory provisions of employee health? എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്ന ആക്ട് ഏതാണ്? 1948 ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഓക്കെ, ഒരു ഫാക്ടറി ആക്ടിലെ 3-ാം അധ്യായത്തിൽ കേട്ടോ, 3rd ചാപ്റ്ററിനകത്ത് ഒരു ഈ പറയുന്ന ജീവനക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ഫാക്ടറിയില്, ഫാക്ടറി അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥലത്ത് ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയർ, അതായത് ഉദ്യോഗസ്ഥൻ അവർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ പറ്റിയുള്ള നിയമവ്യവസ്ഥകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഒക്യുപ്പയർക്കാണ്. അതായത് അതിന്റെ ഉടമസ്ഥനാണ്. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് നല്ലൊരു ഹെൽത്ത്, അല്ലെ, നല്ലൊരു എന്താ പറയുക, ആരോഗ്യകരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അത് അതിന്റെ ഉടമസ്ഥനാണ്, അല്ലെ, ആ ഒരു എംപ്ലോയർ, ആ ഒക്യുപ്പയർക്കാണ്. അതിന് വേണ്ടിയിട്ട് ജീവനക്കാർക്ക് വേണ്ടി ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉടമസ്ഥര് സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഒക്യുപ്പയർ സ്വീകരിക്കേണ്ട
നടപടിക്രമങ്ങളെ പറ്റിയിട്ട് വിശദമാക്കുന്ന നിയമവ്യവസ്ഥകളാണ് ഏതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1947 ഫാക്ടറി ആക്ടിലെ 3rd ചാപ്റ്റർ കേട്ടോ, 3ാം അധ്യായത്തില് പറയുന്നു. അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻസും ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളവിടെ നോട്ട് ചെയ്യേണ്ടത് ഓരോ സെക്ഷൻസും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അവിടെ കുറെ എക്സ്പ്ലനേഷൻസ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. സെക്ഷൻ 11 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്ഷൻ 11 ആണ്. സെക്ഷൻ 11 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്ലീൻലിനെസ് ആണ് കേട്ടോ, ശുചിത്വം. ഓക്കെ, ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 11. 11 കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം സെക്ഷൻ 11 that is related, section 11 of the Factories Act that is related to എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കാം. Section 11 of the Factories Act provides that every factory shall be kept clean and free from effluvia from any drain, privy or other nuisance. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇഫ്ലൂവിയ എന്ന് വെച്ചാൽ മാലിന്യങ്ങൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഓരോ ഫാക്ടറികളും ഈ പറയുന്ന മാലിന്യങ്ങള്, അഴുക്കുചാലുകള്, പ്രിവി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവി മീൻസ് ടോയ്ലറ്റ് വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ, കക്കൂസ് മാലിന്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അഴുക്കുകള് അല്ലെങ്കിൽ മാലിന്യങ്ങള്, അഴുക്കുചാലുകള്, അതുപോലെ എന്താണ് മറ്റുള്ള ശല്യങ്ങള്, ഇവയിൽ നിന്നുമൊക്കെ ഓരോ ഫാക്ടറിയും എന്താണ് വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം. അത് ഈ ഒരു സെക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നു. മനസ്സിലായോ? ഓരോ ഫാക്ടറിയും ഈ പറയുന്ന അഴുക്ക്, മാലിന്യം, അഴുക്കുചാലുകള്, മറ്റുള്ള ശല്യങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ആൻഡ് ഇൻ പെർട്ടിക്കുലർ അക്യൂമുലേഷൻസ് ഓഫ് ഡർട്ട് and refuse shall be removed daily by sweeping or by any other effective method from the floors and benches of workroom and from staircases and passage and disposed of in a manner. അതായത് നമ്മൾ പറയുന്ന കാര്യത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ വർക്ക് റൂമുകള്, അതുപോലെ സ്റ്റെയർ കേസസ്, പടികള്, പിന്നെ പാസേജസ് ഉണ്ടാവും അല്ലെ. ഫാക്ടറിയിലുള്ള ചില ഇടനാഴികള്, ജോലികളൊക്കെ ചെയ്യുന്ന ജോലിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്ന അങ്ങനെയുള്ള പാസേജ്, സ്റ്റെയർ കേസസ്, പിന്നെ ഈ പറയുന്ന വർക്ക് റൂംസുകള്, ബെഞ്ചസ്, ഇവിടെയൊക്കെ എന്താണ് മാലിന്യങ്ങള് അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങള് എന്ത് ചെയ്തിരിക്കണം? ഡെയിലി, എല്ലാ ദിവസവും നല്ല രീതിയിൽ അടിച്ചുവാരി, തൂത്തുവാരി അതെന്ത് ചെയ്തിരിക്കണം? ഏതെങ്കിലും പറ്റിയ മെത്തേഡ് ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. വൃത്തിയാക്കണം എന്ന് നിയമം മൂലം വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ഒരു സെക്ഷൻ കേട്ടോ. ഓക്കെ, the floor of every workroom shall be cleaned at least once in every week by washing, using disinfectant where necessary or by some other effective method. അതുപോലെ വർക്ക് റൂമുകളുടെ ഫ്ലോറുകള്, തറകളൊക്കെ എന്താണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ലപോലെ വൃത്തിയായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഫക്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച് വർക്ക് റൂമിന്റെ ഫ്ലോറുകള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? A floor is liable to become wet in the course of any manufacturing process to such extent as is capable of being drained. Effective means of drainage shall be provided and maintained. അതായത് ചിലപ്പോൾ നമുക്കറിയാം ഒരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരു പക്ഷെ എന്താണ് ആ ഫ്ലോറുകളൊക്കെ വെറ്റായേക്കാം അല്ലെ. ഫ്ലോറുകളൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ വെള്ളമൊക്കെ വറ്റിച്ച് കളയുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും അവിടെ ഉണ്ടായിരിക്കണം. അനുയോജ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതെല്ലാം എന്താണ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സെക്ഷൻ 11 എന്താണ്? ക്ലീൻലിനെസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ നിയമപ്രകാരം ഓരോ ഫാക്ടറിയും മാലിന്യങ്ങള്, അഴുക്കുചാലുകള്, മറ്റു ശല്യങ്ങളിൽ നിന്ന് വൃത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഫാക്ടറിയിലെ ഭാഗങ്ങള്, ബെഞ്ചുകള്, സ്റ്റെയർ കേസുകള്, വർക്ക് റൂമുകള്, അവിടെയൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ ആഴ്ചയിൽ ഒരിക്കലല്ല, അവിടെ ഡെയിലി അടിച്ചു മാറി വൃത്തിയാക്കിയിരിക്കണം. അതുപോലെ വർക്ക് റൂമിന്റെ ഫ്ലോറുകളാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മള് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റൻസോ മറ്റേതെങ്കിലും ഇഫക്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച് അവിടെ
വൃത്തിയാക്കാം. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഫ്ലോറുകൾ നനയാൻ ചാൻസ് ഉണ്ട്, വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വെള്ളമൊക്കെ വറ്റിച്ചു കളയാൻ ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും എവിടെ ഉണ്ടായിരിക്കണം? ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് സെക്ഷൻ 11 പറഞ്ഞത് കേട്ടോ, ക്ലീനിനെസ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 12 ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. സെക്ഷൻ 12 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ് കേട്ടോ. എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലിനജലമാണ് കേട്ടോ. മലിനജലത്തിനെയാണ് നമ്മൾ എഫ്ലുവൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ സെക്ഷൻ 12 എന്താണ്? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻ എഫ്ലുവൻസ് ആണ്. മാലിന്യ സംസ്കരണത്തിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 12 പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ രണ്ട് ഉപവിഭാഗങ്ങൾ പറയുന്നുണ്ട്, രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ്, രണ്ട് റൂൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബിംഗ് അറേഞ്ച്മെന്റ്സ്. എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ, ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് കേട്ടോ. അതായത് മാലിന്യം, മലിനജലത്തിന്റെയും സംസ്കരണം, ഡിസ്പോസൽ. നോക്കാം. ഇഫക്റ്റീവ് അറേഞ്ച്മെന്റ്സ് ഷാൾ ബി മെയ്ഡ് ഇൻ എവരി ഫാക്ടറി for the treatment of waste and effluents due to the manufacturing process carried on during so as to render them innocuous and for their disposal. അതായത് നമുക്കറിയാം ഫാക്ടറി ആയതുകൊണ്ട് തന്നെ അവിടെ ഉത്പാദന പ്രക്രിയയുടെ ഫലമായിട്ട് ധാരാളം ഇത് വരാം, വേസ്റ്റുകൾ വരാം അല്ലെ. ഈ പറയുന്ന മാലിന്യങ്ങളും മലിനജലങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടപ്പിലാക്കിയിരിക്കണം. അത് എന്താണ്? ഡിസ്പോസ് ചെയ്യാൻ മാത്രമല്ല, നിരുപദ്രവമാക്കി മാറ്റാം എന്ന് പറഞ്ഞാല് ഈ മാലിന്യങ്ങളും മലിനജലങ്ങളും ഒരിക്കലും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, നമ്മുടെ എൻവയോൺമെന്റിനെ ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ അതിനെന്ത് ചെയ്യാം? നിരുപദ്രവമാക്കി മാറ്റുക. ഇനോക്യുവസ് വെച്ച് നിരുപദ്രവകരമാക്കി മാറ്റുക കേട്ടോ. എന്നിട്ട് അതിന് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സുകളും എല്ലാ ക്രമീകരണങ്ങളും അവിടെ നിർബന്ധമായിട്ടും നടപ്പിലാക്കിയിരിക്കണം. ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 12 കേട്ടോ. ഇനി അടുത്തത് എന്താണ്? റൂൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് അറേഞ്ച്മെന്റ്. നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാനും അതിനെ എന്താണ് നിരുപദ്രവകരമാക്കി മാറ്റാനുള്ള എല്ലാവിധ അറേഞ്ച്മെന്റ്സുകളും ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ അറേഞ്ച്മെന്റ്സുകൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. മനസ്സിലായോ? ഈ അറേഞ്ച്മെന്റ്സ് സംബന്ധിക്കുന്ന കാര്യങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകൾ എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. The state government has the power to make rules in this regard. കേട്ടോ, ഈ അറേഞ്ച്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകള് ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു പവർ, റെസ്പോൺസിബിലിറ്റി, അധികാരം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കേട്ടോ. Or it may require that such arrangements shall be approved by a prescribed authority. അല്ലാത്ത പക്ഷം എന്താണ്? അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒരു ബന്ധപ്പെട്ട അധികാരിയുടെ അപ്രൂവോടുകൂടി അല്ലെ, ബന്ധപ്പെട്ട അധികാരിയുടെ അംഗീകാരത്തോടുകൂടി ഇത്തരം അറേഞ്ച്മെന്റ്സ് ചെയ്യണമെന്ന് ഏത് സെക്ഷൻ ആണ് പറയുന്നത്? സെക്ഷൻ 12 അനുശാസിക്കും. മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് എല്ലാം തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അതിന് പുറമെ ഇത് വേണം, ഇത്തരം അറേഞ്ച്മെന്റ്സുകൾ അതൊരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി, ഒരു നിർദ്ദിഷ്ട അതോറിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇത്തരം അറേഞ്ച്മെന്റ്സ് നടപ്പിലാക്കേണ്ടത് എന്ന് ഈ പറയുന്ന സെക്ഷൻ 12 പറയുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ സെക്ഷനുകൾ ക്ലീൻലിനെസ് ആണ്. സെക്ഷൻ 12 വരുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് സെക്ഷൻ 13, 13ാമത്തെ സെക്ഷൻ. 13ാമത്തെ സെക്ഷൻ എന്താണ്? വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. വെന്റിലേഷനും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 13 അകത്ത് പറയുന്നത്. The Factories Act 1948 under section 13 provides that 13ാമത്തെ സെക്ഷൻ ഫാക്ടറീസ് ആക്ടിന്റെ എന്താണ് പറയുന്നത്? നോക്കാം. Effective and suitable provision shall be made in every factory for securing and maintaining adequate ventilation by the circulation of fresh air. അതായത് ഒരു ശുദ്ധവായു സഞ്ചാരം അത് ഉറപ്പാക്കുന്നതിന് എല്ലാ ഫാക്ടറികളിലും അനുയോജ്യമായിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വ്യവസ്ഥകള്, അറേഞ്ച്മെന്റ്സുകള് നടപ്പിലാക്കിയിരിക്കണം എന്നാണ് സെക്ഷൻ 13 പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് എല്ലാ ഫാക്ടറികളിലും ഒരു വായു സഞ്ചാരം അത് ഉറപ്പുവരുത്തണം അല്ലെ, അത് ഉറപ്പുവരുത്തണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള
എഫക്റ്റീവ് ആയിട്ടുള്ള സ്യൂട്ടബിൾ വ്യവസ്ഥകള് എന്ത് ചെയ്തിരിക്കണം, നടപ്പിലാക്കിയിരിക്കണം. അത് മാത്രമല്ല, and such temperature as we secure to workers, there is reasonable conditions of comfort and prevent injury to them. അത് മാത്രമല്ല, നമ്മൾക്ക് അവിടുത്തെ വർക്കേഴ്സിന്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ടുള്ള അവരുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളെ തടയാൻ അനുകൂലമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറും നമ്മുടെ ഫാക്ടറിയിൽ നിലനിർത്തിയിരിക്കണം. അതാണ് പറയുന്നത് പ്രിവെന്റ് ഇഞ്ചുറി ടു ഹെൽത്ത്. അതായത് അവരുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന, അവരുടെ ഹെൽത്തിനെ തടസ്സപ്പെടുത്തുന്ന ആ ഒരു എന്താ പറയാ, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു താപനില, അനുകൂലമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറും അവിടെ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Parts and roofs shall be of such material and so designed that such temperature shall not be exceeded but kept as low as practicable. അത് മാത്രമല്ല, അനുയോജ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് ആ ഒരു റൂഫുകളായിക്കോട്ടെ, വാൾസ് ചുമരുകളായിക്കോട്ടെ, അതുപോലെ തന്നെ റൂഫ്സുകളായിക്കോട്ടെ, അതെല്ലാം അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ബിൽഡപ്പ് ചെയ്യാൻ കേട്ടോ. അത്തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ ഒരു കാരണവശാലും എക്സീഡ് ആവാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. പരമാവധി ഒരു താഴ്ന്ന താപനില മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഒരിക്കലും ടെമ്പറേച്ചർ എന്തായി പോകരുത്, എക്സീഡ് ആയിട്ട് പോകരുത്. അങ്ങനെ എന്താണ്, പരമാവധി താഴ്ന്ന ടെമ്പറേച്ചറിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കും. ഇത്രയാണ് അവിടെ പറയുന്നത്. വെന്റിലേഷനും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 30. ആ 3 സെക്ഷൻസ് ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 3 സെക്ഷൻസ്. ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുക കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. അടുത്തത് സെക്ഷൻ 14, 14ാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം. എന്താണ് പറഞ്ഞത്? ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് ആണ് കേട്ടോ. അതായത് പുകയും പൊടിപടലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 14 പറയുന്നത്. മെഷേഴ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഇൻഹേലേഷൻ or accumulation of dust and fumes should be used and exposed for internal combustion engines should be used. Dust and fumes should be controlled below permissible limits. അതായത് നമ്മൾ ഈ പറയുന്ന പൊടി, അതുപോലെ തന്നെ പുക, അതൊക്കെ ഫാക്ടറിയിൽ എന്തായാലും ഉണ്ടായിരുന്നു അല്ലെ. ഇത്തരത്തിലുള്ള പൊടിയും പുകയും ശ്വസിക്കുന്നത് അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടുന്നത് തടയുന്നതിന് കൃത്യമായിട്ടുള്ള നടപടികൾ ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 14. ഓക്കെ, അതിന് പുറമെ എന്താണ്, ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്പോസ്റ്റുകൾ അവിടെ സ്ഥാപിക്കുന്നത്. എൻജിൻസുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം പുകയൊക്കെ അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പോസ്റ്റ്, അതായത് പുകയൊക്കെ വരുമ്പോൾ അതിനെ പുറത്തേക്ക് കളയാനുള്ള എക്സ്പോസ്റ്റ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്, dust and fumes should be controlled below permissible limits കേട്ടോ. ഈ പറയുന്ന ഡസ്റ്റ്, ഫ്യൂംസ് അല്ലെ, പൊടിയും പുകയും എന്നൊക്കെ പറയുന്നത് അത് അനുവദനീയമായിട്ടുള്ള പരിധിക്ക് താഴെ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കും. അതിനൊരു പരിധി ഉണ്ട്, ആ പരിധിയിലേക്ക് എത്തരുത്, ആ പരിധിക്ക് താഴെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കും. ഇന്ന് ഏത് സെക്ഷനാണ് പറയുന്നത്? സെക്ഷൻ 15 കേട്ടോ.
ക്ലിയർ ആയാലും അത്രയേ ഉള്ളൂ. അതായത് പൊടിയും പുകയും അടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ അത് ശ്വസിക്കുന്നത് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു ഫാക്ടറിയിൽ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതുപോലെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്പോസ്റ്റുകളും അവിടെ കൃത്യമായിട്ട് സ്ഥാപിച്ചിരിക്കണം. പിന്നെ ഈ പറയുന്ന ഡസ്റ്റ് ട്യൂബുകളെല്ലാം അനുവദനീയമായിട്ടുള്ള പരിധിക്ക് താഴെയായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് 5ാമത്തെ സെക്ഷൻ ആണ് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ അതായത് കൃത്രിമമായിട്ടുള്ള ഒരു ഈർപ്പം നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 15/1. ഓക്കെ, സെക്ഷൻ 15/1 പറയുന്നത് കേട്ടോ. എന്താണ് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈർപ്പമാണ്. അപ്പൊ നമ്മൾ ഈ ഫാക്ടറിയില് കൃത്രിമമായിട്ടുള്ള ഒരു ഈർപ്പം നമ്മൾ നിലനിർത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 15/1 എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, in respect of all factories in which the humidity of the air is artificially increased. അതായത് നമ്മൾ ഈ ഫാക്ടറികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്രിമമായിട്ട് അവിടെ ഈർപ്പം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ നോക്കാം, the state government has been empowered under section 15 of the Factories Act 1948 to make the rules. അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകൾ ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 15/1 പ്രകാരം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ഒന്ന്, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ. സ്റ്റാൻഡേർഡ്സ് അതായത് ഹ്യൂമിഡിഫിക്കേഷനുമായിട്ട് ഈർപ്പം നിലനിർത്തുന്നതുമായിട്ട് ഹ്യൂമിഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ, അത്തരം സ്റ്റാൻഡേർഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 1948 ഫാക്ടറീസ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? റെഗുലേറ്റിംഗ് ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യലി ഇൻക്രീസിംഗ് ദ ഹ്യൂമിഡിറ്റി ഓഫ് ദ എയർ. അതായത് ഫാക്ടറിയിലെ എയറിലെ കൃത്രിമ ഈർപ്പം എന്താണ് നിലനിർത്തുന്നത്, കൃത്രിമമായിട്ട് ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ കൺട്രോൾ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് the humidity of the air to be correctly carried out. അതുപോലെ ആ ഒരു ഹ്യൂമിഡിറ്റി കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനും രേഖപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നിർദ്ദേശിക്കുക. പിന്നെന്താണ്? ആൻഡ് റെക്കോർഡ്, അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെന്താണ്? പ്രിസ്ക്രൈബിംഗ് മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ് ഫോർ സെക്യൂറിംഗ് ആഡിക്വേറ്റ് വെന്റിലേഷൻ. ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള മെത്തേഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും, ആൻഡ് കൂളിംഗ് ഓഫ് ദ എയർ ആൻഡ് ദ വർക്ക് റൂംസ്. അതുപോലെ വർക്ക് റൂമുകളിലെ എയർ ഒന്ന് കൂൾ ചെയ്യുക, അല്ലെ, തണുപ്പിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരാണ് മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? അതായത് ഒരു ഫാക്ടറിയിലെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈർപ്പം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് പ്രകാരം ഫാക്ടറിയിലെ എയറിന്റെ ഹ്യൂമിഡിറ്റി അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നിർദ്ദേശിക്കുക. പിന്നെ ഒരു ആഡിക്വേറ്റ് വെന്റിലേഷൻ, ഒരു നല്ല വായു പ്രവാഹം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യാം. അതുപോലെ വർക്ക് റൂമുകളിലെ എയർ തണുപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇതെല്ലാം തന്നെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏത് ആക്ട് പ്രകാരം? 1948 ഫാക്ടറീസ് ആക്ടിന്റെ സെക്ഷൻ 15/1 പ്രകാരമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതുവരെ നമ്മൾ പഠിച്ച സെക്ഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. സെക്ഷൻ 11 എന്തായിരുന്നു? ക്ലീൻലിനെസ്. സെക്ഷൻ 12 എന്തായിരുന്നു? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ്, അല്ലെ. സെക്ഷൻ 13 എന്തായിരുന്നു? വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. സെക്ഷൻ 14 ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്, അല്ലെ. സെക്ഷൻ 15/1 എന്താണ്? ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ഓവർ ക്രൗഡിംഗ്. എന്താണ്? ഓവർ ക്രൗഡിംഗ് ആണ് സെക്ഷൻ 16 പറയുന്നത്. നോക്കാം, ഓവർ ക്രൗഡിംഗ് ഇൻ എനി വർക്ക് റൂം ഈസ് ഇൻജൂറിയസ് ടു ദ ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ ദ, അല്ലെ. നമുക്ക് എല്ലായിടത്തും നമുക്കറിയാം തിരക്ക് കൂടുന്നത്, അല്ലെ. ഓവർ ക്രൗഡിംഗ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്താണ്? എംപ്ലോയീസിന്റെ ഹെൽത്തിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നത്. Therefore, various measures should be taken to avoid overcrowding.
അതുകൊണ്ട് തന്നെ ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ എല്ലാ ഫാക്ടറികളിലും നിർബന്ധമായിട്ടും നടപ്പിലാക്കിയിരിക്കണം. ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 16 പ്രകാരം. അങ്ങനെ ഓവർ ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെ, അവിടെ ഈ പറയുന്ന പോലെ ഓക്സിജൻ കണ്ടന്റ് കുറയും. അത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓവർ ക്രൗഡിങ് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാ ഫാക്ടറികളിലും നടപ്പിലാക്കിയിരിക്കണം എന്ന് സെക്ഷൻ 16 പറയുന്നു. കേട്ടോ, വായിച്ചു നോക്കി അവിടെ വരെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ 17. സെക്ഷൻ 17 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ലൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 17. ഓക്കെ, അപ്പൊ നോക്കാം. In order to avoid eye strain of the workers, Act requires proper lighting arrangements. അതോടൊപ്പം നമ്മൾ ഈ ഒരു ഫാക്ടറിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ഐ സ്ട്രെയിൻ ഒഴിവാക്കാനായിട്ട് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. സെക്ഷൻ 17 ഓഫ് ദ ആക്ട് provides that in every part of a factory where workers are working or passing, there shall be provided and maintained sufficient and suitable lighting, natural or artificial or both. അതായത് ഈ ഒരു സെക്ഷൻ പ്രകാരം ഫാക്ടറിയിലെ എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങള്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? സഫീഷ്യന്റ് ആൻഡ് സ്യൂട്ടബിൾ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അതായത് സാധാരണ രീതിയിൽ വെളിച്ചം കിട്ടുന്ന, സൂര്യപ്രകാശം ലഭിക്കുന്ന തരത്തിലുള്ള നാച്ചുറൽ രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകളോ, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അത് രണ്ടും കൂടിയ തരത്തിലുള്ള അറേഞ്ച്മെന്റ്സുകൾ അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഐ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലായിടത്തും ഉണ്ടാകും. ഫാക്ടറിയിൽ ഈ പറയുന്ന എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന എല്ലാ ഏരിയയിലും, അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഇൻ എവരി ഫാക്ടറി all glazed windows and skylights used for the lighting of the workroom shall be kept clean on both the inner and the outer surface. അത് മാത്രമല്ല, നമ്മൾ എല്ലാ ഫാക്ടറികളിലും ഈ പറയുന്ന വർക്ക് റൂമിലെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലേസ്ഡ് വിൻഡോസ് ഉണ്ടായിരിക്കും. ഗ്ലേസ്ഡ് വിൻഡോസ്, സ്കൈലൈറ്റ്സ്, അതിന്റെ പ്രതലങ്ങൾ, അതിന്റെ സർഫസുകൾ, അത് അകത്തും പുറത്തും നമ്മൾ എപ്പോഴും വൃത്തിയാക്കുക. എന്നാലാണ് ലൈറ്റ്, അതൊക്കെ പൊടി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ലൈറ്റ് അവിടെ വരില്ല. അപ്പൊ അത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലേസ്ഡ് വിൻഡോസ് ആയിക്കോട്ടെ, സ്കൈലൈറ്റ്സിലൊക്കെ അതിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ എപ്പോഴും ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് മാത്രമാണ് നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? And so far as complaints with the provisions of any rules made under subsection 3 of section 13 will allow free from obstruction. അപ്പൊ നമ്മള് ഇവിടെ ഒരു സെക്ഷൻ 13 പറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 13 എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതാണ് വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഈ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന വെന്റിലേഷനും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതും ലൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സെക്ഷനകത്തും പരാമർശിക്കുന്നുണ്ട്. അതായത് നമ്മൾ സെക്ഷൻ 13 പറഞ്ഞത് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷനെ പറ്റിയിട്ടാണ്, അല്ലെ? സോറി, വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. എന്താണ് പറയുന്നത്? The complaints with the provisions of any rules made under subsection 3 of section 13
will allow freedom obstruction. അതെല്ലാം ഫിസിക്കൽ ഫെസിലിറ്റിയുടെ ഭാഗമാണ് അല്ലെ. വെന്റിലേഷൻ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫിസിക്കൽ ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ സെക്ഷൻ 13 വരുന്ന കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതും കൂടെ ഇതിനകത്ത് നമുക്ക് പരാമർശിക്കാം. അതിന്റെ സെക്ഷൻ 3 ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. സെക്ഷൻ 17 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ്. ഓക്കെ, അടുത്തത് കേട്ടോ സെക്ഷൻ 18, 18ാമത്തെ സെക്ഷൻ നോക്കാം. ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 18 പറയുന്നത്. അപ്പൊ നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് suitable points for wholesome drinking water. Wholesome drinking water എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധജലമാണ് കേട്ടോ. wholesome means ശുദ്ധജലം എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു കുടിവെള്ളത്തിന്റെ ലഭ്യത അല്ലെ. suitable points for wholesome drinking water, അതായത് ഒരു ശുദ്ധമായിട്ടുള്ള കുടിവെള്ളത്തിന്റെ ലഭ്യത, അല്ലെങ്കിൽ ശുദ്ധമായിട്ടൊരു ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ട ക്രൈറ്റീരിയാസിനെ പറ്റിയിട്ട് ഈ ഒരു സെക്ഷനിൽ വിശദമാക്കുന്നുണ്ട്. സ്യൂട്ടബിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു ഡ്രിങ്കിങ് വാട്ടറിന് ഉണ്ടായിരിക്കേണ്ട ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, ചില ലെവൽസുകൾ ഉണ്ട്, ചില പോയിന്റ്സുകൾ ഉണ്ട്. അത് ആ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന ശുദ്ധമായിട്ടൊരു വെള്ളം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ അതിന്റെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അതാണ് അവിടെ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്യൂട്ടബിൾ പോയിന്റ്സ് ഫോർ ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ, ഒരു ശുദ്ധമായിട്ടുള്ള കുടിവെള്ളത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയാസിനെ പറ്റി, പോയിന്റ്സിനെ പറ്റിയിട്ട് അതിനകത്ത് വിശദമാക്കുന്നുണ്ട്. ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 18 കേട്ടോ. പിന്നെന്താണ്? ഡ്രിങ്കിങ് പോയിന്റ്സ് ടു ബി എലിജിബിളി മാർക്ക്ഡ് ആൻഡ് ടു ബി അവേ ഫ്രം യൂറിനൽ സ്ലാറ്ററിംഗ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുടിവെള്ളത്തിന്റെ ആ ഒരു ഡ്രിങ്കിങ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് എലിജിബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിൽ മാർക്ക് ചെയ്തിരിക്കണം. അതിനകത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അത് മാത്രമല്ല, നമ്മൾ അങ്ങനെയുള്ള കുടിവെള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോഴും എങ്ങനെയായിരിക്കണം? ദാറ്റ് ടു ബി അവേ ഫ്രം യൂറിനൽ സ്ലാറ്ററിംഗ് എക്സെട്ര അല്ലെ. ഈ പറയുന്ന ലാട്രിൻസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ബാത്റൂം ഫെസിലിറ്റികളെ നമുക്ക് അകറ്റി വേണം. അവയിൽ നിന്നും അകറ്റിയായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസുകൾ അറേഞ്ച് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? കൂളിംഗ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ more than 250 workers are employed. അതായത് 250 കൂടുതൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഡ്രിങ്കിങ് വാട്ടർ കൂൾ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഈ ഒരു വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കൂൾ ചെയ്യുന്നത് അതായത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ആ ഒരു എംപ്ലോയീസിന്റെ കംഫർട്ടിനും കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 250 വർക്കേഴ്സിൽ കൂടുതൽ ഉള്ള ഫാക്ടറിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 250 അതിൽ കൂടുതലോ ജീവനക്കാര് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ എന്ത് ചെയ്യണം? ഡ്രിങ്കിങ് വാട്ടർ കൂൾ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യം, ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണമെന്ന് സെക്ഷൻ 18 പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? The state government may make the rules for securing compliance with the provisions of section 18. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ഈ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസുകളും പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ സെക്ഷൻ 18 പറയുന്ന അല്ലെ ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 18 പറയുന്ന എല്ലാ വ്യവസ്ഥകളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള റൂൾസുകൾ ആർക്കുണ്ടാക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് മുന്നോട്ട് വെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫോർ ദ എക്സാമിനേഷൻ ബൈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റീസ് ഓഫ് ദ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ ഫാക്ടറി. അതുപോലെ തന്നെ ഫാക്ടറികളില് ഈ കുടിവെള്ള വിതരണത്തിന്റെ ആ ഒരു കുടിവെള്ള വിതരണം അല്ലെ, അതിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അത് ഉറപ്പുവരുത്താനായിട്ട്, അതിന്റെ പരിശോധനകൾ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നിർബന്ധമായിട്ടും അവിടെ എത്തിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് ഡ്രിങ്കിങ് വാട്ടർ സെക്ഷൻ 18 പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ സെക്ഷൻസ്. സെക്ഷൻ 11 ക്ലീൻലിനെസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ക്ലീൻലിനെസ് എന്ന് പറയുമ്പോ ആ ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ എല്ലും ഐയും അല്ലെ. എല്ലും ഐയും കാണുമ്പോൾ ഒരു 11 പോലെയല്ലേ ഫീൽ ചെയ്യുന്നത് അല്ലെ? എല്ലും ഐയും കൂടി നോക്കിയാൽ നിങ്ങൾ ഒരു 11 പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്.
സെക്ഷൻ 11 ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്, മറന്നു പോവാതിരിക്കാനാണ്. ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 75 11 പോലെ തോന്നുന്നത് അല്ലെ. സോ സെക്ഷൻ 11 ആണ് കേട്ടോ. സെക്ഷൻ 12 പഠിക്കുക, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് ആണ്. സെക്ഷൻ 13 എന്താണ് പറയുന്നത്? വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. പിന്നെ സെക്ഷൻ 14 എന്തായിരുന്നു? ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. സെക്ഷൻ 15 ഓഫ് 1 എന്താണ്? ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. സെക്ഷൻ 16 പറയുന്നത് ഓവർ ക്രൗഡിംഗ്. സെക്ഷൻ 17 ലൈറ്റിങ്ങിനാണ് പറയുന്നത്. അത് വേണമെങ്കിൽ ഓർക്കാൻ ഒരു എളുപ്പമാർക്കം ഉണ്ട്. എന്തറിയോ? ലൈറ്റിന്റെ എല്ല്, ആ എല്ല് മറച്ചിട്ട് പോലെയല്ലേ 7 ഇരിക്കുന്നത് അല്ലെ? എല്ലിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 7 പോലെയല്ലേ ഇരിക്കാം. സെക്ഷൻ 17 എന്ന് ഓർക്കുക കേട്ടോ. സെക്ഷൻ 17 എന്താണ്? ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 18 എന്താണ്? ഡ്രിങ്കിങ് വാട്ടർ അല്ലെ. കുടിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടുന്ന ആലോചിച്ചാൽ മതി കേട്ടോ അല്ലെ. കുടിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും ആലോചിച്ചാൽ മതി. 8 18 കേട്ടോ. ഓക്കെ, അപ്പൊ സെക്ഷൻ 18 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 20 വരെ നമുക്ക് പറയാനുണ്ട് കേട്ടോ സെക്ഷൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ. അപ്പൊ നമുക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ